ഇവിടെ ഈ തിരുമുറ്റത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ഓർമ്മകളിൽ ഒരു കുളിർക്കാറ്റ് പതിയെ വീശുന്നുണ്ട്. വീണ് കിടക്കുന്ന കരയിലകൾ ഓരോ പുസ്തകത്തിൻ്റെ ഏടുകൾ പോലെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. 4 കൊല്ലം മുൻപ് സിനിമകളിലെ കഥകളിലെ മാത്രം കണ്ടും കേട്ടും വളരെ കലാലയം എന്ന സ്വപ്നം, ആ സ്വപ്നത്തിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ളിലുണ്ടായിരുന്ന അതേ വികാരങ്ങൾ ഇപ്പോഴും അലയടിക്കുന്നു. പാഠപുസ്തകങ്ങൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഓരോ പുസ്തകത്തിൽ എഴുതിച്ചേർത്ത അനുഭവങ്ങൾ. ഹായ്, ഐ എം തേർഡ് ഇയർ CSE സ്റ്റുഡൻറ്റ്. ഞാനിവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ 2 കൊല്ലം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള കുറേ സ്ട്രെങ്ത്തും ഈ കോളേജിൽ നിന്ന് വളരെയധികം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ടാലൻസ് എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ടുവരാനും നമുക്കിവിടെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ലൈക്ക് ഓർഗനൈസേഷൻ ലൈക്ക് സെസ, CSI, ടൂൾസ് ലാബ്, IEEE, അങ്ങനെ പറഞ്ഞ് നമുക്ക് കുറേ ഓർഗനൈസേഷൻസ് ഈ കോളേജിൽ നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കൂടുതലാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സീനിയേഴ്സ് ആവട്ടെ, അവർ നമുക്ക് തരുന്ന സപ്പോർട്ട്, ലൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഈ സമയത്താണെങ്കിലും കൂടെ ഉണ്ടാവും. Hi, I am a 6th CSE student. Our HOD is Dr. Father A.K. George. He is one among the 3 disciples of Dr. APJ Abdul Kalam. Being a sportsman, he carries both academics and curricular activities hand in hand. Supposing that the initial value of x is 4, what will be the final value of x after? CS ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് 2 ബ്രാഞ്ച് BTech പ്രോഗ്രാമും ഒരു PG പ്രോഗ്രാമുമാണുള്ളത്. PG പ്രോഗ്രാം ഞങ്ങൾ 2013 സ്റ്റാർട്ട് ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് എക്സലൻസ് അവാർഡ് 2 പ്രാവശ്യം ജ്യോതിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നല്ലൊരു പ്രോമിനൻ്റ് ആയിട്ടൊരു എക്സലൻസ് കൊടുക്കാനായിട്ട് CS ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ വർഷങ്ങളിലുള്ള ഓൾമോസ്റ്റ് എല്ലാ റാങ്കുകളും CS ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അലുമിനീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുന്ന് CS ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പാസ്സായ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും മൾട്ടിനാഷണൽ കമ്പനികളിൽ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലുമായി വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫൻസ് ഓർഗനൈസേഷനായ DRDOയിലെ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം അലുമിനീസ് വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകാം നമ്മുടെ CS ഡിപ്പാർട്ട്മെൻറ്റ് എത്രമാത്രമാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എത്രമാത്രം റെലവൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഡസ്ട്രി നീഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇൻഡസ്ട്രി എന്താണോ വേണ്ടത് അതിന് ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, അതിന് വേണ്ടിയിട്ടുള്ള ലാബുകൾ, അതിന് വേണ്ടിയിട്ടുള്ള ആഡ് ഓൺ കോഴ്സുകൾ ഞങ്ങൾ കൊടുത്ത് കുട്ടികളെ വളരെയധികം പ്രാപ്തരാക്കുന്നുണ്ട്. നമ്മൾക്കറിയാം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ വേൾഡിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന ബ്രാഞ്ച് ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. So computer science എന്ന് പറയുമ്പോൾ basically what it teaches you is the fundamentals of programming. So nowadays every device and every service that you enjoy in your life or use in your life basically has a bit of programming in it. So we can say that the whole world is running on programs. So the kind of jobs that this basically generates is so huge. So therefore computer science is all about teaching students how the theoretical fundamentals of programming. I'm Thomas George and I'm working in this college from
2004 onwards. And so our CS department, as you know, you can see that it provides a lot of opportunities for the budding engineers. And I was able to see the growth of the students over the CAs. So how a plus 2 student comes to this college, and after 4 years, so he's transforming into an engineer. Hello everyone, we are Team Liza, we are from CS department. Let me introduce my team members. My name is Asna, she is Catherine Anto, Jima Maria, Vinny, Ajaz and Emmanuel. Yes, it is our college and our department who motivated us and who explored our career also and our innovations. It was actually we began our journey once the International Women Hackathon was called. And we are so proud to say that we are the second winners of International Women Hackathon and also a Chhatra Vishwakarma Award conducted by KCT. One of the biggest concerns of parents while admitting their wards into engineering colleges are of course the placement opportunities. Over the past couple of years, our students have been placed at various MNCs like Amazon, Infosys, TCS, CTS, Wipro and many more. It is a result of the sincere efforts put into placements by our PAT team, which consists of Dr. Lazar John, Bipin Joy and Mr. Davis Padi. I myself have been placed at various organizations.